അവക്ക് സ്കൂടി, എന്തിന് സ്കൂബിയാ, ഇന്നെല്ലാ താത്തമാരും അതാണല്ലോ, അതുണ്ട്. പിന്നെ അവളെ 4 വയസ്സായ മോന് പൾസറുണ്ട്, അവളെ മരിക്കാത്ത ഉപ്പാപ്പാക്ക് അൾസറുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണ് ഭാഗ്യവതി. അവളെക്കാൾ വലിയ ഭാഗ്യവതി പഴയങ്ങാടിയിൽ വരണ്ടോ? നമ്മളെ ആണുങ്ങളായ ചിലർ പറയും നമ്മുടെ നാട്ടിലെ ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അത് അയാൾ തന്നെ. സുൽഫീഖർ എന്ന് പറഞ്ഞാൽ അവൻ ഗൾഫിലേക്ക് പോയിട്ട് എന്താണ് പടച്ചവനെ ഉണ്ടാക്കിയില്ലേ ശരിക്ക്. അവിടെ പലിശക്ക് കൊടുക്കുന്ന നല്ല മാർക്കറ്റ് ഇവിടത്തെ പോലെയല്ല. അതുപോലെ തന്നെ കള്ള് കച്ചവടം. അങ്ങനെ ആരെങ്കിലും നാട്ടിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അവരെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞല്ല, പണ്ട് വിഴിഞ്ഞത്ത് അതിന് പോലെയാവും. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത്, ഒട്ടകത്തിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ എന്ന് ഞാൻ ആയത്തോതി പറഞ്ഞപ്പോൾ സദസ്സിരുന്ന് എല്ലാവരും അകത്തേക്ക് നോക്കി. കാരണം പ്രസിഡന്റിന്റെ ഇരട്ട പേര് ഒട്ടകമെന്നായിരുന്നു. പ്രസിഡന്റ് സ്റ്റേജിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, ഇത് എന്നെ മനഃപൂർവ്വം കരിവാരി തേക്കാൻ വേണ്ടി ഇവിടുത്തെ ഖത്തീബ് വന്ന ഖത്തീബിന് കത്ത് കൊടുത്ത് പറയിപ്പിച്ചതാ. അയാളെ പിരിച്ചുവിട്ട് എൻ്റെ പ്രസംഗം നിർത്തി. ഇവിടെയുള്ളൊരു പാവപ്പെട്ട ആളെ ജോലിയും പോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അർത്ഥം വെച്ച് പറഞ്ഞതല്ല. പേര് ഇങ്ങനെ സുൽഫീഖറും സുൽബത്തെന്നൊക്കെ മനസ്സിൽ വരും, അങ്ങനെ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ അവരൊക്കെ ഭാഗ്യവാന്മാരാണ് എന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. ഇന്ന് പിന്നെ ഭാഗ്യവാൻ ആരെന്നറിയണമെങ്കിൽ ചാനലിൽ തുറന്നെങ്കിലേ അറിയാൻ പറ്റുള്ളൂ എന്നാ പുതിയ കണ്ടുപിടുത്തം. 50 ലക്ഷത്തിന്റെ പെട്ടി കിട്ടണം, 40 ലക്ഷത്തിന്റെ ഫ്ലാറ്റ് കിട്ടണം, ഇതൊക്കെ കിട്ടുന്നവരാണ് ഭാഗ്യവാൻ. ബാക്കിയുള്ളവരാരും ഭാഗ്യമുള്ളവരല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഭാഗ്യവാൻ ആരാണ്? പഴയങ്ങാടിയില് സ്വർണത്തിന്റെ ശരീരം നിറച്ച് സലിക്കുന്ന സ്വർണ്ണക്കട പോലെ നടക്കുന്ന പെങ്ങളെ, സ്വർണത്തിന് എത്രയും വിലയുണ്ടായിരുന്നിട്ടും നിന്റെ പ്രിയപ്പെട്ടവൻ നിനക്ക് വിവാഹത്തിന്റെ വാർഷികത്തിന് സ്വർണം കൊണ്ട് തരുന്നില്ലേ? കല്യാണത്തിന് പോകാൻ 10.5 പവന്റെ മാല നെഞ്ചത്തിട്ടടിച്ചടിച്ചുകൊണ്ട് കല്യാണത്തിന് പോയി ഒരുങ്ങി നടക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, നീയാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ഭാഗ്യവതി എന്ന് കരുതണ്ട. എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരാ, ധാരാളം കാശുണ്ടാക്കിയിട്ട് അഭിമാനത്തോടെ നെഞ്ചു വിരിച്ച് ജീവിക്കുന്നവരാണ് പഴയങ്ങാടിയിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് പറയണ്ട. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരെന്നറിയോ? ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോ അവന്റെ ബന്ധുക്കളും അവന്റെ കുടുംബക്കാരും വട്ടം കൂടി നിൽക്കുമ്പോ, അവനെങ്ങനെ വെട്ടിൽ കിടക്കുമ്പോ മരണവേദന അവന്റെ ഞരമ്പിലൂടെ സക്കറാത്തിന്റെ നൊമ്പരം അവനെ പിടിച്ചെടുക്കുമ്പോ, അസ്റായിൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റൂഹ് വിരിച്ചുകൊണ്ടിരിക്കുമ്പോ, അത് റോട്ടിലാണോ വീട്ടിലാണോ ഹോസ്പിറ്റലിലാണോ എവിടെയാണെങ്കിലും ആ റൂഹ് അവന്റെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോ, അവന്റെ നാവ് കൊണ്ട് ദുനിയാവിൽ അവൻ എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ട്, നുണ പറഞ്ഞിട്ടുണ്ട്, ഈബത്ത് പറഞ്ഞിട്ടുണ്ട്, വസാദ് പറഞ്ഞിട്ടുണ്ട്, കല്യാണം മുടക്കിയിട്ടുണ്ട്, മരണ വീട്ടിൽ പോലും അടിയുണ്ടാക്കിയിട്ടുണ്ട്, എത്ര പേരുടെ പച്ചമാംസം തിന്നിട്ടുണ്ട്. നാട്ടിൽ കഴിയുന്ന ഭാര്യയെ കുറിച്ച് വിദേശ രാജ്യത്തുള്ള ഭർത്താവിനോട് അവൾക്ക് ആണുങ്ങളുടെ കൂടെ കറക്കമാണെന്ന് മൊബൈലിലൂടെ മെസ്സേജ് അയച്ചു കൊടുത്തിട്ടുണ്ട്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്തെല്ലാം വൃത്തികേടുകൾക്ക് സാക്ഷിയായ നിന്റെ നാവ്, ആ നാവ് കൊണ്ട് അസ്റായിൽ വന്ന് റൂഹ് പിടിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തെറ്റുകൂടാതെ വ്യക്തമായി പറഞ്ഞുച്ചരിച്ചിട്ട് അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കിയിട്ട് മരിക്കാ നിനക്ക് കഴിഞ്ഞാൽ അവരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാര്. അങ്ങനെ ഭാഗ്യം കിട്ടണമെങ്കിൽ ചമഞ്ഞു നടന്നത് കൊണ്ട് മാത്രമായില്ല, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി വലിയ പ്രവർത്തകനാണ് ഞാനെന്ന് പറഞ്ഞ് നെഞ്ചു വിരിച്ച് പഴയങ്ങാടിയിലൂടെ നടന്നത് കൊണ്ടായില്ല. അങ്ങനെ നടന്ന പലർക്കും അതിന് ഭാഗ്യം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് കണ്ണീരോടുകൂടി ദുആരുന്നു, ഇപ്പോഴും ദുആ ചെയ്തു, അല്ലാഹുമ്മ അമിത്നി മുസ്ലിമാ, അല്ലാഹുവേ മുസ്ലിമായിട്ട് ഞങ്ങളെ മരിപ്പിക്കണേ തമ്പുരാനെ. UP മുഹമ്മദ് മുസ്ലിയാർ എന്നറിയപ്പെടുന്ന മാത്തൂർ ഉസ്താദിനെ നിങ്ങൾക്കറിയുമല്ലോ. എത്രയോ സ്ഥലങ്ങളിൽ ആ ബഹുമാനപ്പെട്ടവര് ദുആ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ആ മഹാനുഭാവൻ എവിടെ ദുആക്ക് പോയാലും സ്റ്റേജിലിരിക്കുന്ന ഉസ്താദുമാരോട്, മുസാഫത്ത് ചെയ്യുന്നവരോട് പറയുന്ന ഒരൊറ്റ വസിയത്ത് എന്തെന്നറിയോ? ഈമാൻ കിട്ടി മരിക്കാൻ വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണമെന്ന ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലാത്ത കാര്യമാണത്. എത്രയോ നല്ല നല്ല മരണങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അപ്പൊ അതുമുതൽ പിന്നെ സ്വർഗമാണവന്. അവന്റെ ഖബറും അവന്റെ പരലോകവും ഒന്നും അവൻ പേടിക്കേണ്ട കാര്യമില്ല. അതിനെന്താണ് ചെയ്യുക? അമ്പറത്ത് പോകുമ്പോ ഇത്രയും വലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫ്ലെക്സ് ബോർഡ് അടിച്ച് വാങ്ങിച്ചുകൊണ്ട് വന്ന് വീടിന്റെ ഹാളിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചു എന്നാണ് ഒരു ഉമ്മാമ പറഞ്ഞത്. അസ്റായിൽ വരുമ്പോ ഞാൻ അതിൽ നോക്കിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ നമ്മളങ്ങ് മരിക്കും, സെറ്റപ്പായി. അസ്റായിൽ ഈ പണ്ട് സ്കൂളിൽ പോയി കോപ്പി അടിച്ച പോലെ അസ്റായിലിനെ പറ്റിക്കാൻ പറ്റുമോ?
കഴിയില്ല പ്രിയപ്പെട്ടവർ. നമ്മൾ അങ്ങനെ കാണാതെ പിടിച്ചതുകൊണ്ടൊന്നും ആയില്ല. ഏതെങ്കിലും ചുവരുകളിൽ എഴുതി വെച്ചത് കൊണ്ട് മാത്രമായില്ല. സ്കാരമില്ലാത്തവൻ പോലും ഇന്ന് വീടിന്റെ വാതിൽ എഴുതി വെക്കുന്നൊരു തവക്കൽതു അലല്ലാഹ്, എല്ലാം ഞാൻ എന്റെ റബ്ബിനെ ഏൽപ്പിച്ചിരിക്കുന്നു, അവന്റെ ജോലി പലിശയ്ക്ക് കൊടുക്കില്ല, കൃത്യമായിട്ട് തിരിച്ച് പൈസ കൊണ്ട് തരാൻ അള്ളാഹയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് പുള്ളി. അപ്പൊ ഇതുപോലെ തോന്നിവാസം ചെയ്തിട്ട് മഹത്വമുള്ള വാക്കുകളെ വീടിന്റെ അലമാരയിലും അടുക്കളയിലും എഴുതി വെച്ചു എന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനോടുകൂടി മരിക്കാൻ അതിനു വേണ്ടിയിട്ടൊരു അവസരം അല്ലാഹു തരണമെന്നില്ല. ഒരുങ്ങി തയ്യാറെടുത്തിരുന്നേ പറ്റൂ. ഒന്നാമത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മുടെ നാവ് കൊണ്ട് പറയലാണ് അതിന്റെ അടയാളം. അതെങ്ങനെ സാധിക്കും? ജീവിതത്തിൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധമുണ്ടായാലേ സാധിക്കൂ. ജീവിതത്തിൽ തീർത്തും ആ ലാ ഇലാഹ ഇല്ലല്ലാഹുമായി നല്ലൊരു ബന്ധമുണ്ടാവണം, എങ്കിൽ മാത്രമേ കഴിയൂ. ഇല്ലാതെ ഒരാൾക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരണപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ഏറ്റവും നല്ല ബന്ധം നമ്മൾ ഉണ്ടാക്കിയെടുക്കും. അത് ചിലപ്പോൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുന്നതാണെങ്കിൽ പോലും അതും അല്ലാഹുവിന് ഇഷ്ടമാണ്. അഫ്ളലു മാ ഖുൽതു വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാനും മുമ്പ് വന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ചൊല്ലിയ വാക്കുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ് എന്ന് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ലോകത്ത് വന്നവരിൽ ഏറ്റവും അധികം ചൊല്ലിയ, ഞാനും മുമ്പ് വന്നു പോയിട്ടുള്ള സർവ്വ പ്രവാചകന്മാരും ചൊല്ലിയ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ എന്റെ പഴയങ്ങാടിയിലെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ, ആ വാക്ക് നാം മറക്കാൻ പാടില്ല. പണ്ട് ചൊല്ലുമായിരുന്നു. നമ്മുടെ വീടുകളിൽ ഒരു കുഞ്ഞു നമ്മുടെ വീടിന്റെ അകത്ത് കിടന്നുറങ്ങണമെങ്കിൽ സന്ധ്യ നേരമാകുമ്പോ നമ്മുടെ വീടിന്റെ അകത്ത് നിസ്കാരപ്പായിൽ കേൾക്കുന്ന ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മുടെ വീട്ടിന്റെ അകത്തൊരു പ്രിയപ്പെട്ട കുഞ്ഞ് പൊട്ടിക്കരഞ്ഞ തൊട്ടിൽ കിടക്കുമ്പോ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരല്ലെങ്കിൽ നമ്മുടെ ഉമ്മമാര് ആ തൊട്ടിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പറഞ്ഞിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എത്ര മനോഹരമായിരുന്നു അത് കേൾക്കാൻ. ഇന്ന് നമ്മുടെ മക്കളെ അങ്ങനെ താരാട്ടുപാടി ഉറക്കുന്ന ഉമ്മമാരുണ്ടോ? ഇന്ന് നമ്മുടെ മക്കളെ കയ്യിൽ വെച്ചിട്ട് കുപ്പിപ്പാലെടുത്ത് വായിലേക്ക് വെച്ചു കൊടുത്തിട്ട് കുങ്കുമപ്പൂവിന്റെ ക്ലൈമാക്സ് കാണാ കണ്ണീരോടെ കാത്തിരിക്കുന്ന പെങ്ങന്മാരായി നമ്മുടെ സഹോദരിമാര് മാറുമ്പോ, നിന്റെ തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിന് പാട്ടുപാടി ഉറക്കിയിരുന്ന ഉമ്മമാരുണ്ടായിരുന്നു. എത്ര രസമായിരുന്നു അത് കേൾക്കാൻ. വീരനാമലിയാരുടെ വീരകഥകൾ കേൾക്കണം, വീരനാ നീ വളരണം, ജീവിത പൊന്നാരമേ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് നമ്മുടെ മക്കൾക്ക് അത് പാടിക്കൊടുക്കാൻ ആളുണ്ടോ? അത് പാടുന്നത് മാത്രമല്ല, മഗ്‌രിബിന്റെ ഭാഗം പഴയങ്ങാടി പള്ളിയുടെ മിനാരത്തിന്ന് കേട്ടാ വീടിന്റെ അകത്ത് എല്ലാം ഓഫാക്കി വെച്ചിട്ട് അന്നുണ്ടായിരുന്ന ചെറിയ ഒരു ആകാശവാണി പോലും നിർത്തിവെച്ചിട്ട് കൈകാല് കഴുകി ഒലുകൊടുത്ത് മുസല്ലയിലേക്ക് വന്നിരുന്ന നിസ്കാരം കഴിഞ്ഞിട്ട് തസ്ബീഹ് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നൊരു 100 പ്രാവശ്യം പറയാത്ത ഉമ്മമാരുണ്ടായിരുന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? യാ അയ്യുഹല്ലദീന ആമനു ദിക്റുല്ലാഹ് ദിക്റൻ കസീറാ വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. അല്ലാഹു പടച്ച തമ്പുരാന്റെ ഖുർആൻ പറയുകയാണ്, വസബ്ബിഹൂഹു ബുക്റതൻ വഅസീലാ. പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ ധാരാളമായി അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുക. അല്ലാഹു നിശ്ചയിച്ചു തരികയാണ് 2 സമയം, പ്രഭാതവും പ്രദോഷവും 2 സമയം നമുക്ക് വേണ്ടി നിശ്ചയിച്ചു തരികയാണ്.